അങ്ങനെ മോനെ ഈ കുട്ടിക്ക് ഇയാൾ പറയാണ്, ഞാൻ നിനക്ക് സത്യം പറയാനുള്ള ആത്മവിശ്വാസം നൽകിയിട്ടില്ല കേട്ടോ. अब मैं घर तक की 18 मील की दूरी पैदल चलकर ही तय करूँगा। ये कहते हुए सूट बूट पहने पिताजी ने चलना शुरू किया। अंधेरा हो चुका था और ज़्यादातर रास्ता कच्चा था। सड़क सुनसान थी और वहाँ कोई रोशनी भी नहीं थी। मैं पिताजी को अकेला नहीं छोड़ सकता था। अब मैं घर तक की 18 मील की ദൂരി പൈതൽ ചൽക്കർ ഹി തൈ കരൂങ്ക. പിന്നെ അദ്ദേഹം പറയാണ്, നിന്നെ എനിക്ക് സത്യം പറയുവാനുള്ള ആത്മവിശ്വാസം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ശിക്ഷയായിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? മേം ഘർ തക് കി, വീട്ടിലേക്ക് വരെയുള്ള 18 മീൽ കി ദൂരി, നീ വീട്ടിലേക്ക് പോവാൻ 18 കിലോമീറ്റർ ഉണ്ട്. അത് ഞാൻ പൈതൽ ചൽക്കർ ഹി തൈ കരൂങ്ക, കാൽനടയായിട്ട് പോയിക്കൊള്ളാം അല്ലേ. ഞാൻ ഈ വണ്ടി കയറുന്നില്ല, നിന്നെ എനിക്ക് അങ്ങനെ ചെയ്യാനുള്ളത് ഉണ്ടായില്ല. അതുകൊണ്ട് ഞാൻ ഈ വീട്ടിലേക്കുള്ള 18 കിലോമീറ്റർ ദൂരം കാൽനടയായിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? നടന്നുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഈ കഴുത്തേ ഹുയേ, അങ്ങനെ പറഞ്ഞിട്ട് സൂട്ട് ബൂട്ട് പകനെ, സൂട്ടും കോട്ടൊക്കെ ഇട്ട ഒരാളായിരുന്നു ഇളച്ചൻ, അതൊക്കെ ധരിച്ച പിതാജീനെ ചലന ശുരു കിയ, നടക്കാൻ ആരംഭിച്ചു. ശുരു കിയ പറഞ്ഞാൽ എന്താണ്? ആരംഭിക്കുക. അപ്പം മകനങ്ങനെ ശരിക്കും സ്വതവേ നമ്മളൊക്കെ എന്താ, അച്ഛനമ്മമാർ പൊതുവെ നമ്മളടിക്കുകയാണ് ചെയ്യുക, കുട്ടികളടിക്കുക ചെയ്യുക. പക്ഷെ ഇയാൾ നേരെ തിരിച്ചിട്ട് താൻ ചെയ്തത് തെറ്റാണ്, ഞാൻ നിനക്ക് അതിനുള്ളൊരു കോൺഫിഡൻസ് തന്നില്ലല്ലോ, നിൻ്റെ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് 18 കിലോമീറ്റർ ദൂരം കാൽനടയായിട്ട് വീട്ടിലേക്ക് നടക്കാൻ ഇയാൾ തീരുമാനിച്ചു. അങ്ങനെ സൂട്ടും കോട്ടൊക്കെ ധരിച്ച പിതാജി ചലന ശുരു കിയ, നടക്കാൻ ആരംഭിച്ചു. അന്ധേരാ ഹോ ചുകാ ഥാ ഓർ ജ്യാദാതർ രാസ്ത കച്ചാ ഥാ. രാത്രിയായിരുന്നു. അവനവിടെ എത്തുമ്പോൾ തന്നെ 7 മണിയായല്ലോ, 6 മണി കഴിഞ്ഞു. പിന്നെ നടക്കാനാണെങ്കിലോ അന്ധേരാ ഹോ ചുകാ ഥാ, ഇരുട്ടായി കഴിഞ്ഞിരുന്നു. ഓർ ജ്യാദാതർ രാസ്ത, ഭൂരിഭാഗം വഴിയും നല്ല കച്ച, നല്ല റോഡല്ല, കുണ്ടും കുഴിയും പുല്ലൊക്കെ ഉള്ള ഒരു അങ്ങനെ നല്ല ഡാറിയാത്ത കട്ടറോഡ് പോലെ മണ്ണ് റോഡായിരുന്നു. രാസ്ത കച്ചാത, വളരെ കച്ചാ റോഡായിരുന്നു, ഡാറിയാത്ത റോഡായിരുന്നു. ഡാർ റോഡാണ് നടക്കാൻ സുഖമല്ലേ. സഡക് സുൻസാൻതി, റോഡാണെങ്കിലോ ആരുമില്ല. സുൻസാൻ പറഞ്ഞാൽ എന്താണ്? ഏകാന്തമായി, ആരുമില്ലാത്ത സ്ഥലം. ഓർ വഹാം കോയി രോഷ്നി ബി നഹീദാ, ഇന്നത്തെ പോലെ ഇലക്ട്രിക് സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഉണ്ടാവില്ല അവിടെ അല്ലേ. അപ്പം കോയി രോഷ്നി ബി നഹീദി, അവിടെ എന്തുണ്ടായിരുന്നില്ല? ഒരു പ്രകാശവും ഉണ്ടായിരുന്നില്ല. മേ പിതാജി കോ അകേല നഹി ചോട് സക്താ ഥാ, എനിക്കാണെങ്കിലോ അച്ഛനെ ഒറ്റയ്ക്ക് വിടാനും കഴിഞ്ഞില്ല അല്ലേ. എങ്ങനെയാണ് അച്ഛനെ ഒറ്റയ്ക്ക് പറഞ്ഞയക്കുക? ഞാൻ അങ്ങനെ വണ്ടി ഓടിച്ചു പോവുക, അച്ഛൻ ഒറ്റയ്ക്കിട്ട് വരണ്ടേ. മേ പിതാജി കോ അകേല നഹി ചോടാ സക്താ ഥാ, എനിക്ക് അച്ഛനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റിയിരുന്നില്ല. അകേല പറഞ്ഞാൽ എന്താണ്? എലോൺ കേട്ടോ. അപ്പം എന്താ ഉണ്ടായത്? തൻ്റെ മകൻ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ ആര് സ്വന്തം അനുഭവിച്ചു? അച്ഛൻ തന്നെ സ്വന്തം അനുഭവിക്കാൻ തയ്യാറായി. അതിന് ശിക്ഷ എന്താണ്? ഇനി അങ്ങോട്ടേക്കുള്ള യാത്ര വണ്ടിയിൽ വേണ്ട, എന്ത് തുടങ്ങി ഒറ്റയ്ക്ക് കാൽനടയായിട്ട് നടക്കാൻ ഇയാൾ തീരുമാനിച്ചു. ഇസ്ലിയെ 5.5 घंटे तक मैं उनके पीछे धीमी गति से कार चलाता रहा और मेरे झूठ पर पिताजी को प्रायश्चित करते हुए देखता रहा. उस दिन मैंने जीवन का एक अहम निर्णय किया, मैं कभी भी झूठ नहीं बोलूँगा. അങ്ങനെ ഇസ്ലിയെ, അതുകൊണ്ട് 5.5 घंटे तक, 5.5 പറഞ്ഞത് 5.5 മണിക്കൂർ വരെ. അപ്പോൾ ഇയാൾ വീട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് 18 കിലോമീറ്റർ നടന്നെത്താൻ എത്ര സമയമായി? 5.5 മണിക്കൂറില്ലേ. ഈ 5.5 മണിക്കൂർ വരെ മേ ഉൻകെ പീച്ചെ, ഞാൻ അദ്ദേഹത്തിൻ്റെ പിന്നാലെ ധീമി ഗതീസെ, വളരെ സ്ലോയില്
ധീമിഗതി പറഞ്ഞ എന്താ മോനെ, വളരെ സ്ലോയില് എന്ത് ചെയ്യാൻ തുടങ്ങി, കാർ ചലാത്താരഹ, വണ്ടി ഓടിച്ചുകൊണ്ടേയിരുന്നു. और मेरे झूठ पिताजी को प्रायश्चित करते हुए देखता रहा. അങ്ങനെ മേരെ ജൂട്ട് പർ, എൻ്റെ കളവിൽ പിതാജി കാ ഞാൻ കളവ് പറഞ്ഞതിൽ എൻ്റെ അച്ഛൻ്റെ പ്രായശ്ചിത്തം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ. തെറ്റ് ചെയ്ത ഞാനാണ്, പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു, ആ തെറ്റിനുള്ള ഫലം അദ്ദേഹം സ്വന്തം എടുത്തല്ലേ. അപ്പം അദ്ദേഹം എൻ്റെ തെറ്റിനുള്ള പ്രായശ്ചിത്തം എൻ്റെ അച്ഛൻ ചെയ്യുന്നത് ഞാൻ കണ്ടുകൊണ്ടേയിരുന്നു. ഉസ് ദിൻ മേനെ ജീവൻ കാ ഏക് അഹം നിർണയ ലിയ, ആ ദിവസം മുതൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ഉറച്ച തീരുമാനമെടുത്തു. അഹം നിർണയി പറഞ്ഞാൽ എന്താണ്, ഉറച്ച തീരുമാനം. മേ കബി ബി ജൂട്ട് നഹി ബോലൂങ്ക, ഞാൻ ഇനി ഒരിക്കലും കളവ് പറയില്ല എന്ന തീരുമാനമെടുത്തു. മേ കബി ബി ജൂട്ട് നഹി ബോലൂങ്ക, ഞാൻ ഇനി ഒരിക്കലും കളവ് പറയില്ല എന്ന തീരുമാനമെടുത്തു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാണ്ടായ കാരണം ഭഗത്തെ? എന്താ കാര്യം പറയും? എന്താണ്? അച്ഛൻ മോനെ ചെയ്ത തെറ്റിൻ്റെ ഫലമായിട്ട് അച്ഛൻ എന്ത് ചെയ്തു, 18 കിലോമീറ്റർ ദൂരം ഒറ്റയ്ക്കിലെ നടന്ന് വരാൻ തീരുമാനമാക്കിയില്ലേ. അത് എങ്ങനെ റോഡ് കൂടിയാണ്, നിറച്ചും പിന്നെ കല്ലും മണ്ണൊക്കെ ഉള്ള റോഡ് കൂടെ ഒറ്റയ്ക്ക് പോവാൻ അച്ഛൻ തീരുമാനമെടുത്തുല്ലേ. അതുകൊണ്ട് ആ മോനും ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്, ഞാനിനി ഒരിക്കലും എന്ത് ചെയ്യില്ല, കളവ് പറയില്ല എന്ന തീരുമാനം മകനും എടുക്കുന്നു അല്ലേ. അപ്പം അത് മനസ്സിലായല്ലോ. മേ അക്സർ ഈസ് ഘടനാക്കെ ബാരെ മേ സോച്താവും. അപ്പോൾ ഇതിപ്പോൾ ഇയാളൊരു ഓർമ്മക്കുറിപ്പ് എഴുതിയാണ്. അപ്പോൾ ആ സംഭവം കഴിഞ്ഞു പിന്നെ ഇയാൾ പറയണേ, മേ അക്സർ, ഞാൻ മുഖ്യവാറും ഈസ് ഘടനാക്കെ ബാരെ മേ, ഈ സംഭവത്തിനെ പറ്റി സോച്താവും ചിന്തിക്കുകയാണ്. അഗർ പിതാജീനെ മുझे अन्य पालकों की तरह सजा दी होती तो क्या मैंने कोई सबक सीखा होता? शायद नहीं. सजा रखने के बाद भी मैं शायद झूठ बोलने की अपनी आदत नहीं बदलती रही, परंतु इस अहिंसक घटना का मेरे ऊपर बहुत गहरा असर हुआ. मुझे लगता है जैसे ये घटना कल ही घटी हो. अहिंसा की यही शक्ति है. അതുപോലെ മേ അക്സർ ഇസ് ഘടനാക്കെ ബാരെ മേ സോച്താവും, ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ ഈ പിന്നെ സംഭവത്തിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. സോച്ത പറഞ്ഞാൽ എന്താണ്, ചിന്തിക്കാറുണ്ട്. അഗർ പിതാജീനെ മുझे അന്യ പാലകവും കി തര, ഒരു പക്ഷേ പിതാജി എനിക്ക് മറ്റുള്ള പാലകവും കി, അതായത് പാരൻസിനെ പോലെ നോക്കുന്ന ആളുകൾ, പാലകർ പറഞ്ഞാൽ എന്താണ്, നോക്കുന്ന. അപ്പോൾ ഇവൻ്റെ പാലകർ പാരൻസ് അല്ലേ, മറ്റുള്ള പാരൻസിനെ പോലെ സജാദി ഓത്തി, സജാ പറഞ്ഞാൽ ശിക്ഷ. ഞാൻ പറഞ്ഞില്ലേ നേരം വൈകി നമുക്ക് അടി കിട്ടില്ലേ, അതേപോലെ ശിക്ഷയാണ് നൽകിയിരുന്നെങ്കിൽ മേനെ കോയി സബക് സീക്കാവോത്ത, എനിക്ക് എപ്പോഴെങ്കിലും എൻ്റെ ഈ തെറ്റ് എനിക്ക് പഠിക്കാൻ പറ്റുമായിരുന്നോ അല്ലേ. സബക് സീക്കാവോത്ത, ഈ തെറ്റ് എനിക്ക് പഠിക്കാം, ഈ തത്വം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നോ അല്ലേ. തെറ്റെന്താണെന്ന് എനിക്ക് ഒരിക്കലും മനസ്സിലാവില്ല, അടീൻ്റെ വേദന മാത്രമേ എനിക്ക് അറിയണ്ടാവുള്ളൂ അല്ലേ. അത് കഴിഞ്ഞാൽ അത് പോയി. പക്ഷേ മറ്റുള്ള പേരൻസിനെ പോലെ അച്ഛൻ എനിക്ക് ശിക്ഷ നൽകിയിരുന്നുവെങ്കിൽ എനിക്ക് തെറ്റൊരിക്കലും പഠിക്കുമായിരുന്നില്ല. ഇല്ല, ഷായദ് നീ ഒരിക്കലുമില്ല, ഒരു പക്ഷെ പഠിക്കില്ല. सजा रखने के बाद भी मैं शायद झूठ बोलने की अपनी आदत नहीं बदलती होती. सजा रखने के बाद, ശിക്ഷ കിട്ടിക്കഴിഞ്ഞ ശേഷം മേ ഷായദ്, ഞാൻ ഒരു പക്ഷേ ജൂട്ട് ബോൽനേക്ക്, കളവ് പറയുവാനുള്ള അപ്പനി ആദത്ത്, എൻ്റെ രീതി നെഹി ബദൽത്തിയിരുത്തി, ഒരിക്കലും മാറുമായിരുന്നില്ല. പറഞ്ഞ എന്താ മനസ്സിലാകുന്നുണ്ട് ഭഗത്തെ മോനെ? സജാ രഖ്നേക്ക് ബാദ്, ശിക്ഷ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു പക്ഷേ ഷായദ് ജൂട്ട് ബോൽനേക്ക്, കളവ് പറയുന്ന അപ്പനി ആദത്ത്, തൻ്റെ രീതി അഥവാ പെരുമാറ്റം നെഹി ബദൽത്തി ഹോത്തി, മാറ്റുമായിരുന്നില്ല. അതുകൊണ്ട്
അങ്ങനെ അതായതുകൊണ്ടാണ് എനിക്ക് ഇന്ന് എന്ത് ചെയ്യാൻ പറ്റിയത്, തെറ്റെനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പരന്തു इस अहिंसक घटना का मेरे ऊपर बहुत गहरा असर हुआ. എന്നാൽ ഈസ് അഹിംസക ഘടന, ഈ ഹിംസാപരമല്ലാത്ത വേദനയില്ലാത്ത അല്ലേ, ഹിംസ എന്നതിൻ്റെ ഓപ്പോസിറ്റാണ് മോനെ അഹിംസ. ഈ അഹിംസാപരമായ ഘടന, ഈ സംഭവം മേരെ ഊപ്പർ ബൗത് ഗഹര അസർ ഹുവ, എന്നിൽ വളരെയധികം സ്വാധീനം ചെലുത്തി. ഗഹര അസർ ഹുവ പറഞ്ഞാൽ എന്താണ്, എനിക്കിൽ വളരെയധികം സ്വാധീനം ഉണ്ടാക്കി. മുജെ ലഗ്താ ഹെ, എനിക്ക് തോന്നുന്നു, മേ ജൈസേ യെ ഘടന കൽഹി ഘടി ഹോ, എനിക്ക് തോന്നുകയാണ് ഈ സംഭവം ഇന്നലെ ഇപ്പം ഉണ്ടായതുപോലെ തോന്നുകയാണ്, ഈ സംഭവം ഇന്നലെ നടന്നതുപോലെ എനിക്ക് തോന്നുന്നു. അഹിംസാഹി യഗി ശക്തി ഹേ, അഹിംസയ്ക്ക് ഇതാണ് ശക്തി, അഹിംസയുടെ ശക്തി ഇതാണ് അല്ലേ. അതെ, നമ്മുടെ മഹാത്മാഗാന്ധി നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നെ ഇങ്ങനെ വെടിവെച്ചിട്ടാണോ? അല്ല, അഹിംസയിലൂടെയാണല്ലേ. പട്ടിണി കിടന്നിട്ടും സത്യാഗ്രഹം നടത്തിയിട്ടും ഉപ്പ് കുറുക്കിയിട്ടും ഒക്കെയാണ് നമ്മുടെ മഹാത്മാഗാന്ധി നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നത്. അതേപോലെ ഈ അഹിംസയിലൂടെ നമ്മുടെ ഈ അരുൺ ഗാന്ധി അല്ലേ, മഹാത്മാഗാന്ധിൻ്റെ പേരമകനാണ്. അതേപോലെ അരുൺ ഗാന്ധി എന്ത് ചെയ്തു, അരുൺ ഗാന്ധി പ്രായശ്ചിത്തമായിട്ട് എന്ത് ചെയ്തു, പിതാവിൻ്റെ പ്രായശ്ചിത്തം എന്ന പേരെന്ന് പറഞ്ഞ പോലെ തന്നെ ഈ രീതിയിൽ സ്വന്തം ശിക്ഷ അനുഭവിച്ചു കൊണ്ട് തന്നെ മകൻ എന്ത് ചെയ്തു, നല്ല രീതിയിലേക്ക് കൊണ്ടുവന്നു. തെറ്റൊക്കെ മനസ്സിലാക്കിയിട്ട് കൊണ്ടുവന്നു. അപ്പം മോനെ ഇതിൻ്റെ ഈ പാഠം മോന് മനസ്സിലായല്ലോ അല്ലേ. മിസ് ഒന്നും കൂടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ ശ്രദ്ധിക്കുക. ഇതിൽ ഈ പിതാക്ക പ്രായശ്ചിത്ത് എന്ന് പറയുന്നതിൽ ഒന്നാമതായിട്ട് ഇവർ കുറേ ദൂരത്തുള്ള സ്ഥലത്ത് പോയി താമസിക്കുന്നുണ്ട് അല്ലേ. ഗ്രാമത്തിൽ നിന്നും പട്ടണത്തിൽ നിന്നും ഒരുപാട് ദൂരമുള്ള ഗ്രാമത്തെ പോയി അവിടെ നിന്ന് പോയി താമസിക്കുകയാണ്. അവിടെ ഇവിടെ ആശ്രമം ഉണ്ടായിരുന്നു അല്ലേ. അങ്ങനെ അവിടെ താമസിച്ചു. അവിടുന്ന് പിന്നെ എവിടെയും പോകാൻ പറ്റൂല, പട്ടണത്തിലേക്ക് പോകാൻ ബുദ്ധിമുട്ട്. അങ്ങനെ ഇവർ അച്ഛന് വേണ്ടിയിട്ട് കാത്തിരിക്കും, അച്ഛൻ എപ്പോഴാണ് കൊണ്ടുപോകണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിതാജി ഒരു ദിവസം ഇവനോട് പറയുകയാണ്, നീ എൻ്റെ കൂടെ ഒന്ന് ടൗണിലേക്ക് വരണം, എനിക്കിന്നൊരു മീറ്റിംഗ് ഉണ്ട്, പങ്കെടുക്കണം എന്ന് പറയുന്നു. അപ്പം അവന് സന്തോഷമായി, സിനിമ കാണാം, അങ്ങനെ ഒരു ഫുൾ മീറ്റിംഗ് ആണ്. അങ്ങനെ എല്ലാ പരിപാടിക്കും വേണ്ടി ഒരു ദിവസം മുഴുവൻ കാത്തിരിക്കുകയാണ്. അങ്ങനെ കാറ് സർവീസ് കൊടുക്കാനൊക്കെ ഉണ്ട്, ഇവർക്ക് അങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിതാജി മീറ്റിംഗ് കഴിഞ്ഞ് ഇവനോട് പറയും 5 മണിയാകുമ്പോൾ കൂട്ടാൻ വരാൻ പറയും. അങ്ങ് 5 മണിക്ക് ഇവൻ കൂട്ടാൻ വരാൻ വേണ്ടി പോവാണ്. പക്ഷെ അതിനിടയ്ക്ക് ഇവൻ സിനിമ കാണാൻ പോവും. അപ്പം ജോൺ ബെൻ എന്നൊരു സിനിമ നടൻ്റെ ഇൻട്രസ്റ്റിംഗ് ഫിലിമാണ്. അപ്പം അത് കണ്ട് ഇവൻ സമയം തെറ്റിപ്പോവും. അങ്ങനെ അച്ഛനാണെങ്കിലോ 6 മണിക്കാണ് അച്ഛനെ കൂട്ടാൻ പോണത്. അങ്ങനെ അവനെ കാത്തിരിക്കുക അച്ഛനെ. അങ്ങനെ എന്തിന് അച്ഛനോട് കളവ് പറയും, എനിക്ക് ഗ്യാരേജിൽ നിന്ന് വണ്ടി കിട്ടില്ല എന്ന്. പക്ഷെ അച്ഛൻ അതിൻ്റെ മുന്നേ തന്നെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ഗ്യാരേജിലെ ആളുകളോട് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിതാജീൻ്റെ അയാൾ പറയും, എനിക്ക് എൻ്റെ മോനോട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ സംഭവം വെച്ചാൽ എനിക്ക് അവനോട് പിന്നെ സത്യം പറയാനുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് അവനുണ്ടാക്കി കൊടുക്കാനുള്ള കഴിവുണ്ടായില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യാൻ പോവുകയാണ്, ഇനി 18 കിലോമീറ്റർ ഉണ്ട് ഇവരെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് വീട്ടിലേക്ക്. അത് ഞാൻ ഈ വണ്ടി കയറുന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് നടന്ന് പോവാന്ന് പറഞ്ഞ് ഞാൻ ഇരുട്ട് പിടിച്ച രാത്രിയിൽ ചുറ്റും കല്ലും മുള്ളൊക്കെ നിറഞ്ഞ വഴിയിൽ കൂടെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ നടന്നു പോയി. അങ്ങനെ പിതാജി ഒറ്റയ്ക്ക് പോകാൻ മടിച്ച് ഇവനും അച്ഛൻ്റെ കൂടെ അങ്ങനെ 5.5 മണിക്കൂറോടുകൊണ്ടാണ് ഇവർ എന്ത് ചെയ്തത്, വീട്ടിലേക്ക് എത്തിയത് അല്ലേ. അങ്ങനെ എത്തി. അപ്പം പിതാജി ഒരു പ്രായശ്ചിത്തം എന്ന രീതിയിൽ ഇക്കാര്യം മനസ്സിലായി. ഇയാൾക്ക് ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. ഇപ്പോഴും എൻ്റെ മനസ്സിലേക്ക് മറ്റുള്ള ആളുകളെ പോലെ അച്ഛൻ എന്നെ അടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലായിരുന്നു, ഇതേപോലെ തെറ്റൊന്നും മനസ്സിലാക്കാൻ പറ്റൂല, ഞാൻ പിന്നെയും കളവ് പറയും. എന്തായാലും എൻ്റെ അച്ഛൻ അഹിംസാപരമായ സംഭവത്തിലൂടെ എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഈ സംഭവം ഇന്നലെ സംഭവിച്ചതുപോലെ അഹിംസയുടെ ശക്തി ഇത്രയുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. അപ്പോൾ കഥ നല്ലോണം വായിക്കാം, നോട്ട്സൊക്കെ മിസ് അയച്ചു തരാം കേട്ടോ. ശ്രദ്ധിക്കണേ മോനെ, സംശയമുണ്ട് ചോദിക്കണം. ഒരു എക്സാം മിസ് വയ്ക്കുന്നുണ്ട് അടുത്ത വീക്കിൽ. ഓക്കേടാ.